എങ്ങനെയാണ് മോർ ദാൻ വൺ ബ്രാഞ്ച് ഉള്ളതിന് നെയിം ചെയ്യാന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ സിംഗിൾ ബ്രാഞ്ച് വന്നാൽ എങ്ങനെയാണ് നെയിം ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. ഇനി മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പൊസിഷനിലും ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നെയിം ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ബ്രാഞ്ചിന്റെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് സിമ്പിളായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ മെയിൻ ബ്രാഞ്ചിനെ കണ്ടുപിടിക്കുക. സോ ഇതായിരിക്കും എൻ്റെ മെയിൻ ബ്രാഞ്ച്. അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ നമ്പറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്പറിംഗ് ഇടുമ്പോഴത്തേക്കിന് നമ്മുടെ രണ്ട് ബ്രാഞ്ചിനും ഇതേപോലെ നമ്പേഴ്സ് വരും. അപ്പം ഇതിലേത് സെലക്ട് ചെയ്യാന്നുള്ളതാണ് എൻ്റെ അടുത്ത ടാസ്ക്. സോ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇട്ടേക്കുന്ന നമ്പറിൽ ഫസ്റ്റ് എൻ്റെ ബ്രാഞ്ച് ട്രിഗർ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഫസ്റ്റ് എൻ്റെ ബ്രാഞ്ച് കാണുമല്ലോ, ആ ഫസ്റ്റ് എൻ്റെ ബ്രാഞ്ച് കാണുന്ന നമ്പർ ഏറ്റവും ചെറുതായിരിക്കണം. അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. സോ നമ്മുടെ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മേളത്തെ താഴത്തെ നമ്പറിങ് നോക്കുമ്പോൾ താഴത്തെ നമ്പറിങ്ങിലാണ് എനിക്ക് ഏറ്റവും ചെറിയ പൊസിഷനിൽ ഫസ്റ്റ് ബ്രാഞ്ച് കണ്ടത്. സോ ഈ 2 എന്ന് പറയുന്ന പൊസിഷനിൽ തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ബ്രാഞ്ച് കാണാൻ പറ്റി. സോ ഈ ഒരു നമ്പറിങ് സിസ്റ്റം ആയിരിക്കണം ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റേ വെച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു നമ്പറിങ് സിസ്റ്റത്തിൽ ആദ്യം എൻ്റെ ബ്രാഞ്ചിനെ കണ്ടത് 3 എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഓക്കെ, ഇനി താഴത്തെ നമ്പറിങ് സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ 2 എന്ന് പറയുന്ന പൊസിഷനിലാണ് എൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചിലേക്ക് കാണാൻ പറ്റിയത്. സോ 3-നെക്കാട്ടും ചെറുത് 2 ആണ്. സോ ഞാൻ ഈ ഒരു നമ്പറിങ് സിസ്റ്റം ആയിരിക്കണം സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുന്നു. സോ സെക്കൻഡ് പൊസിഷനിൽ എൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്, കോമ കൊടുക്കുക. സെക്കൻഡ് പൊസിഷന് മാത്രമല്ല എൻ്റെ 5th പൊസിഷനിലും അടുത്ത ബ്രാഞ്ച് ഉണ്ട്. സോ കോമയിലിട്ട് 25 എന്ന് വന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ ഹൈഫനാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾ അടുത്ത ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോർ ദാൻ 1 ബ്രാഞ്ച് ഉള്ളപ്പോൾ 2 ബ്രാഞ്ചിൽ കിടക്കുന്നതും ഒരേ കമ്പോണൻറ്റ് തന്നെ ആണെങ്കിൽ അല്ലെങ്കിൽ CH3 കണ്ടോ, ഇത് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട വേർഡ് റൂട്ടാണ് ഡൈ. ഓക്കെ, രണ്ടെണ്ണവും സെയിം ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ഡൈ. ഇനിയും ഇതേപോലെ ഒരു കേസിൽ 3 എണ്ണം വന്നെന്ന് ഓർക്കുക. സപ്പോസ് ഇവിടെയും ഒരു CH3 ഉണ്ടായിരുന്നെന്ന് ഓർക്കുക. സോ ഇപ്പം എന്തായി, നിങ്ങൾക്ക് 3 കമ്പോണൻസും സെയിം ആയിട്ട് കിട്ടി. സോ 3 എണ്ണം സെയിം ആയി വരുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ട്രൈ. ഓക്കെ, ഇനി സപ്പോസ് ഒന്നും കൂടെ നിങ്ങൾക്ക് വരുന്നെന്ന് ഓർക്കുക, ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട്, അതായത് നിങ്ങൾക്ക് 4 ബ്രാഞ്ച് ഉണ്ട്, 4ഉം ഒരേ കമ്പോണൻറ്റിനെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് ടെട്ര. ഓക്കെ, ഇതാണ് നിങ്ങൾ അടുത്ത പഠിച്ചു വെക്കേണ്ട കാര്യം. അതായത് നിങ്ങൾക്ക് 2 ബ്രാഞ്ച് ഉണ്ട്, രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ ഡൈ എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് 3 എണ്ണം ഉണ്ട്, 3ഉം സെയിം ആണെങ്കിൽ ട്രൈ എന്ന് കൊടുക്കുക. ഇനി 4 എണ്ണം ഉണ്ട്, 4ഉം സെയിം ആണെങ്കിൽ നിങ്ങൾ ടെട്ര എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ CH3 ആണ് 2 എണ്ണവും. സോ നമുക്ക് സെയിം ആയതുകൊണ്ട് നമ്മൾ ഡൈ എന്ന് പറയുന്ന വേർഡ് ഇട്ട് കൊടുക്കുക. സോ ഡൈ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇനി നമ്മുടെ ബ്രാഞ്ചിൽ ഒരു കാർബൺ ആറ്റമാണ്. സോ 1-ൻ്റെതായിട്ടുള്ള മെത്ത് കൊടുക്കുക, ബ്രാഞ്ച് എന്ന് കാണിക്കാനുള്ള YL കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ 7 കാർബൺ ആണുള്ളത്, 7 കാർബൺ ആണോ തന്നെ അതിൻ്റെ വേർഡ് റൂട്ടായിട്ടുള്ള ഹെപ്റ്റ് കൊടുക്കുക. ഇത് ഫുള്ള് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അതിൻ്റെ വേർഡ് റൂട്ടായിട്ടുള്ള ANU കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ IUPAC നെയിം. സോ ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഉള്ളതിൻ്റെ നെയിമിങ് സിമ്പിളായിട്ട് കൊടുക്കാനായി പറ്റും. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ കൂടെ നോക്കാം. ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി എന്താ, കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ ഞാൻ നമ്പറിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നമ്പറിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 ബ്രാഞ്ചും ഒരേ പൊസിഷനിൽ തന്നെയാണ്. പക്ഷേ അത് 2 എണ്ണം ഉണ്ടായതുകൊണ്ട് ഞാൻ നെയിം ചെയ്യുമ്പോൾ 2,2 ഇതുപോലെ 2 വട്ടം 2,2 എന്ന് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യുക, കുറച്ച് മുന്നേ പോലെ തന്നെ ഹൈഫൺ കൊടുക്കുന്നു. അതേപോലെ എനിക്ക് 2 ബ്രാഞ്ചാണുള്ളത്, രണ്ടും സെയിം ആണ്. സെയിം വന്നു കഴിഞ്ഞാൽ ഡൈ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ ബ്രാഞ്ചിൽ ഒരു കാർബൺ ആണ്. സോ മെത്തെന്ന് ഞാൻ കൊടുക്കുന്നു. ബ്രാഞ്ചാന്ന് കാണിക്കാനായിട്ട് YL ഞാൻ കൊടുക്കുന്നു, സ്പേസ് ഒട്ടും ഇടാണ്ട്. എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ 3 കാർബൺ ആണുള്ളത്. സോ 3ൻ്റെ വേർഡൂട്ടാനുള്ള പ്രൊപ്പ് ഞാൻ കൊടുക്കുന്നു. ഇനി എൻ്റെ മെയിൻ ബ്രാഞ്ച് ഫുള്ള് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANUം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇതിൻ്റെ നെയിമിംഗ് എന്ന് പറയുന്നത് 2,2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നെയിമിംഗ് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ മതി, ഞാൻ ഉടനെ തന്നെ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതുപോലൊരു IUPAC നെയിം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഇതേപോലൊരു സ്ട്രക്ചറൽ ഫോർമുലയായിട്ട് ഡ്രോ ചെയ്യാന്നുള്ളതാണ് നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ,
ജസ്റ്റ് നമ്മൾ ഇപ്പോൾ പഠിച്ച 2 വീഡിയോയുടെ റിവേഴ്സ് സെക്ഷനാണ് ഇനി അടുത്തതിൽ പഠിക്കാനുള്ളത്. സോ അപ്പോൾ ഇതുപോലത്തെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.